ഇന്ന് ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കാരണം മോർണിംഗിൻ്റെ സ്കിൻ കെയർ എക്സസൈസ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് തോന്നിയത്. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ കുറേ വീഡിയോസൊക്കെ നോക്കിയതിന് ശേഷം ഏകദേശം ഒരു ഐഡിയ കിട്ടി. എത്രമാത്രം ശരിയാവുമെന്ന് അറിയില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഞാൻ ഓരോ സെക്ഷനായിട്ടാണ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്കില്ലേ പണി കഴിയാത്ത പോലെ ഫീൽ ചെയ്യും. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഫിഷ് കറി ഉണ്ടാക്കാമെന്ന്. കുറേ ആയി ഫിഷ് ഉണ്ടാക്കിച്ച്. അപ്പം ഞാനും കറി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഓൾറെഡി എല്ലാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷമേ ഞാൻ കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇടുന്ന സാധനങ്ങൾ കരിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ എന്ത് ചെയ്യും, ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കും. എന്നിട്ട് 1 by 1 ആയിട്ട് ഇടും. ഞാൻ ഇങ്ങനെയാണ് ഫിഷ് കറി ഉണ്ടാക്കുക. എനിക്ക് ഇഞ്ചിയൊക്കെ ഇടണം. വെളുത്തുള്ളി ഇടാറില്ല, ഇഞ്ചി ഇടണം. അപ്പം നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മസാലകൾ ഡയറക്റ്റായിട്ട് ഞാൻ വയറ്റിലേക്ക് ഇടാറില്ല. ഞാൻ എന്ത് ചെയ്യും, അത് വെള്ളത്തിൽ കലക്കി കുറുക്കി ഒഴിക്കാറാണ് പതിവ്. തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടോ ഞാനൊന്ന് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ മുളകും ഇടും, തേങ്ങ അരച്ചും കറി വെക്കും. അപ്പം നാളത്തേക്ക് നല്ല പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മീൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ആ വയറ്റൊക്കെ നല്ലോണം കുറുക്കി പൊടികളെ പച്ചമണം മാറുമ്പം അരച്ച് വെച്ച തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് അത് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ മെയിൻ ചേട്ടന്മാരെ എടുത്തിട്ട് കട്ട് ചെയ്യാം. പൊരിക്കാനുള്ളതും കഷ്ണങ്ങളൊക്കെ വേറെ വേറെ ആക്കാം. പിന്നെ നല്ല തിളച്ച് വരുന്നതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഈ മീനിലും ഞാനൊരു പ്രത്യേക രീതിയിലാണ് മസാല തേക്കാറ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് മീനിന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കിച്ചണിലെ പണി ഏകദേശം കഴിയാറായി. അപ്പം ഞാൻ പോയിട്ട് എൻ്റെ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വന്നു. അതിനുശേഷം കിച്ചൺ ക്ലീൻ ആക്കലാണല്ലോ വലിയ കലാപരിപാടി. അപ്പോൾ കുക്കിങ്ങിന് ശേഷം ഞാൻ വേഗം കിച്ചണൊക്കെ ക്ലീനാക്കി. പിന്നെ എനിക്ക് കിച്ചണിലേക്ക് വരുന്നതേ ഇഷ്ടമല്ല. എൻ്റെ കുക്കിങ്ങോ കാര്യങ്ങളോ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കിച്ചണിൽ ഇരിക്കാറില്ല. എനിക്ക് വേഗം എൻ്റെ പണി തീർത്തിട്ട് ഫോൺ തോണ്ടിയിരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി. അത് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. കുക്കിംഗ് കഴിഞ്ഞാൽ എനിക്ക് വേഗം കുളിക്കണം. കുളിച്ച് കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് വരെ കഴിക്കുക. അപ്പോൾ സാധാരണ ഫിഷൊക്കെ കുക്ക് ചെയ്താൽ വീട്ടിൽ ഫുള്ള് ആ ഫിഷിൻ്റെ സ്മെല്ലുണ്ടാവും. അപ്പം ഞാൻ ബഹൂർ കത്തിക്കാറുണ്ട്. സാധാരണ വെള്ളിയാഴ്ചയാണ് ഞാൻ അധികം ബഹൂർ യൂസ് ചെയ്യാറ്. കാരണം അതൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു ഫീലിംഗ് ആണ്. അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ അപ്പോഴത്തേക്ക് വിശന്ന് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. നിയർ ടു 2 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നിസ്കാരം കഴിഞ്ഞ് വേഗം ഫുഡ് കഴിക്കാൻ റെഡിയായി. പൊരിച്ച മീനും മീൻ കറിയും ഒരു പപ്പടം കൂടി പൊരിച്ച്. കാര്യമായിട്ടൊന്നുമില്ല, ഇത് തന്നെ. അപ്പോൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഞാനൊരു ഉച്ചവർക്കൊക്കെ പാസ്സാക്കിയിട്ട് എൻ്റെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ that's it for today.